ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഗുരുതരമായി ചർച്ച ചെയ്ത് വിശകലനം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. അത് മാധ്യമങ്ങളെ അറിയിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും താത്വിക ആചാര്യനും സർവോപരി സന്ദേശം സിനിമയിലെ കുമാരപിള്ള സാറിൻ്റെ പുനരവതാരവുമായ സഖാവ് MV ഗോവിന്ദനെ ചുമതലപ്പെടുത്തി. ഗോവിന്ദൻ മാഷ് ചൂടോടുകൂടി ഒരു പ്രസ്താവന പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിലിട്ടിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നാളെ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വായിക്കാവുന്നതാണ്. അതുകൂടാതെ അദ്ദേഹം AKG സെൻറ്ററിൽ ഒരു ഗംഭീരമായ പത്രസമ്മേളനം നടത്തി ഈ വിഷയങ്ങൾ സൈദ്ധാന്തികമായിട്ട് വിശകലനം ചെയ്ത് പത്രലേഖകരെ മൊത്തത്തിൽ കോരിത്തെരിപ്പിച്ചു. ടെലിവിഷൻ ചാനലുകളെല്ലാം അത് തത്സമയത്ത് തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാരായ ബുദ്ധിഹീനരായ ആളുകൾക്കും അത് കേട്ട് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി. സഖാവ് പറഞ്ഞ താത്വികമായ വിഷയങ്ങൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ പരിശോധിച്ചാൽ സൈദ്ധാന്തികമായ കാര്യങ്ങളുണ്ട്, ദാർശനിക സമസ്യകളുണ്ട്, പ്രാങ് മുതലാളിത്തമുണ്ട്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമുണ്ട്, മാർക്സിസത്തിൻ്റെയും ലെനിനിസത്തിൻ്റെയും നിഗൂഢമായ സിദ്ധാന്തങ്ങളുണ്ട്, മറ്റു പലതുമുണ്ട്. അതൊക്കെ മാറ്റി ചേറ്റി കൊഴിച്ചെടുത്താൽ ബാക്കി വരുന്നത് എന്താ വെച്ചാൽ ആളുകൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ തോറ്റുപോയി എന്നുള്ളതാണ്. അഥവാ LDFന് ചെയ്തേക്കാൾ കൂടുതൽ വോട്ട് UDFന് കിട്ടി. UDFന് കിട്ടിയ അത്ര വോട്ട് LDFന് കിട്ടിയില്ല. ഇതുകൊണ്ടാണ് തോറ്റുപോയത്. പിന്നെ ചെറിയ ഒരു അപാകത കൂടി സംഭവിച്ചു. മുമ്പൊക്കെ LDF തോക്കുമ്പോൾ UDF ജയിക്കുക എന്നുള്ള ഒരു സിമ്പിൾ ഇക്വേഷനായിരുന്നു, ലളിതമായ സമവാക്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, സമവാക്യം കുറച്ച് സങ്കീർണമായി. അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വോട്ട്, അതായത് ഏത് തെരഞ്ഞെടുപ്പിലും CPMന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെ കുറച്ച് അധികം വോട്ട്, ഒന്നും രണ്ടൊന്നുമല്ല, സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ വോട്ട് BJPയിലേക്ക് പോയി, അഥവാ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് പോയി. അതുകൊണ്ട് അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു. നമ്മുടെ വോട്ടിൽ വലിയ കുറവ് സംഭവിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിച്ചതായിട്ട് തോന്നപ്പെട്ടു. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം വർദ്ധിക്കുകയല്ല ഇത്, നമ്മുടെ വോട്ട് കുറഞ്ഞു പോണത്. നമ്മുടെ വോട്ട് കുറഞ്ഞു പോയപ്പോൾ മറ്റവൻ്റെ ഭൂരിപക്ഷം വലുതായിട്ട് തോന്നിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരു കാര്യം പുള്ളി സംഭവിച്ചു. SNDP നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം BJPയുമായിട്ട് അടുക്കുന്നു. അവർ BJPക്ക് വിടുപണി ചെയ്യുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെയും മറ്റുമൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ മകൻ കോട്ടയത്ത് മത്സരിക്കുന്നു, വോട്ട് പിടിക്കുന്നു. തൊട്ട് കായലിൻ്റെ മറ്റേ കരയിലുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹത്തോടുകൂടി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു, ഗംഭീരമായി വോട്ട് പിടിക്കുന്നു. 2 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ നമ്മുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായി പോകുന്നു, BJP സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്ത് വരുന്നു. മറ്റ് 2 സ്ഥലത്ത് BJP നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 100-150 വോട്ടിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു തിരിച്ചടി ആലപ്പുഴ പോലെ ഈ പടകുടീരങ്ങളുടെ നാടായ, രക്തസാക്ഷികളുടെ നാടായ പുന്നപ്പുറയുടെയും വയലാറിൻ്റെയും മാരാരിക്കുളത്തിൻ്റെയും അതുപോലെ വലിയ ചുടുകാടിൻ്റെയൊക്കെ ഓർമ്മകൾ പേറുന്ന ഒരു മണ്ഡലത്തിൽ പോലും ഈഴവരുടെ വോട്ട്, അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വോട്ട്, പട്ടിക സമുദായക്കാരുടെ വോട്ട് ചോർന്ന് BJPയിലേക്ക് പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിലുണ്ടായത്. ഇത് തന്നെയാണ് ഗോവിന്ദൻ മാഷ് വളച്ചു കെട്ടി ആർക്കും മനസ്സിലാത്ത രീതിയിൽ ദുർഗ്രഹമായ രീതിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വോട്ട് എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ഉത്തരം സിമ്പിളാണ്. അത് SNDP വഴിക്ക് BJP ആ ഭാഗത്തേക്ക് കടന്നു കയറുന്നു. പക്ഷേ പുള്ളി ഒരിക്കലും ഒരു കാര്യം സമ്മതിക്കുകയില്ല. എന്നറിയാമോ? ആലപ്പുഴയിൽ ഇരട്ടക്കൊലപാതകം നടന്ന് മാസങ്ങൾക്കുള്ളിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്താൻ ആരാണ് അനുവാദം കൊടുത്തത്? അത് ഈ സർക്കാരാണ് കൊടുത്തത്. ഈ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പാണ് കൊടുത്തത്. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഇങ്ങനെ ഒരു പ്രകടനം നടത്താൻ അനുവാദം കൊടുത്തത്. അവർ വിളിച്ച ഭീഷണമായ മുദ്രാവാക്യങ്ങൾ ആലപ്പുഴയിൽ ഈഴവർക്ക് മാത്രമല്ല, ധീവര സമുദായക്കാർക്കും നായന്മാർക്കും അത്യാവശ്യം ക്രിസ്ത്യാനികൾക്കും ഓർമ്മയുണ്ട്. അരിയും മലരും വാങ്ങിച്ച്, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ, ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ സുഡാപ്പി സലാം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന MLA അവിടെയൊന്നും കണ്ടില്ല. നമ്മുടെ കൽബിൻ്റെ കൽബായ ആരിഫ് MP-യും കണ്ടില്ല. അവരൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് രഹസ്യ പിന്തുണ കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം ആലപ്പുഴയിലെ അരിയാഹാരമല്ല, ഗോതമ്പ് ചപ്പാത്തി കഴിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞു പോയത്. അമ്പലപ്പുഴയിൽ വോട്ട് കുറഞ്ഞത് അതുകൊണ്ടാണ്, ഹരിപ്പാട്ട് വോട്ട് കുറഞ്ഞത് അതുകൊണ്ടാണ്, കരുനാഗപ്പള്ളിയിൽ വോട്ട് കുറഞ്ഞത് അതുകൊണ്ടാണ്, കായംകുളത്ത് വോട്ട് കുറഞ്ഞതും അതുകൊണ്ടാണ്. കായംകുളത്തെ പാർട്ടിയെ പൂർണ്ണമായിട്ടും പോപ്പുലർ ഫ്രണ്ടുകാർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിൽ നിന്നൊക്കെ ആളുകൾ രാജിവെച്ച് പോവുകയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതിപ്രസരം കാരണം. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അതുവരെ PFIക്കാരായിട്ട് സുഡാപ്പികളായിട്ട് നടന്ന ആൾക്കാർ മുഴുവൻ സഖാക്കളായിട്ട് മാറി. ഇത് ഗോവിന്ദൻ മാഷ് അറിയാത്തതാണോ, അറിഞ്ഞിട്ട് പുള്ളി അറിഞ്ഞായിട്ട് ഭാവിക്കാത്തതാണോ എന്നറിയില്ല. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ
പോയി ഇഴവരുടെ കാല് പിടിച്ചിട്ട് അവർ മാറിയതൊന്നുമല്ല. ഈ രഹസ്യം മനസ്സിലായ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതുതന്നെയാണ് ഒരു പരിധിവരെ കോഴിക്കോട്ടും കണ്ണൂരും വടകരയിലും ഒക്കെ സംഭവിച്ചത്. വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാൻ നമ്മൾ കാഫർ പ്രയോഗം വരെ നടത്തി ഇല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? 1,13,000 വോട്ടിന് ഷാഫി ജയിച്ചു. അഥവാ ഷൈലജ ടീച്ചർ തോറ്റു. നമ്മുടെ മഹാനായ കരീം സഖാവ് പേര് തന്നെ പരിഷ്കരിച്ച് കരീം ക എന്നാക്കിയിട്ട് വല്ല വിശേഷം ഉണ്ടായോ? ഇല്ല. ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ല, മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല. സഖാവ് ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിന് തോറ്റു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എറണാകുളത്ത് അതിഗംഭീരമായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു. അത് SNDPയുടെ കുഴപ്പമല്ല, NSSൻ്റെ കുഴപ്പമല്ല, ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ട് നിർത്തിയതുമല്ല. സ്ഥാനാർത്ഥി അത്യുഗ്രനായിരുന്നു. അതുകൊണ്ട് നമ്മൾ തോറ്റു. സമദാനിക്ക് കിട്ടിയേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ഹൈബിയുടെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അത് ഹൈബിയുടെ മഹത്വമല്ല. ഹൈബി മോശക്കാരനെന്നല്ലേ പറഞ്ഞത്. ഹൈബിയേക്കാൾ അതിനെ കടപ്പെട്ടിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച ധീരസഖാക്കളോടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇതൊന്നും ഗോവിന്ദ മാഷ് സമ്മതിക്കില്ല. പുള്ളി പറഞ്ഞ എന്തെങ്കിലും തെറ്റുപറ്റി തിരുത്താൻ വിരോധമില്ല. ആ പാർട്ടി തെറ്റിതിരുത്തി, പ്രസ്ഥാനം തെറ്റിതിരുത്തി കൂടുതൽ കരുത്തോടി മുന്നോട്ട് പോകും. അതിനിടയ്ക്ക് പത്രക്കാരി വെക്കുന്നുണ്ട് മുഖ്യമന്ത്രി ശൈലി മാറ്റുമോ? ഒരിക്കലും മാറ്റില്ല. മുഖ്യമന്ത്രി ശൈലിക്ക് എന്തൊരു കുഴപ്പം? യാതൊരു കുഴപ്പമില്ല. ഈ ശൈലി തന്നെ ഇനിയും തുടരും. ഇതേ ശൈലി ഇതുപോലെ യാതൊരു മാറ്റവും കൂടാതെ തുടരും. അതുകൊണ്ട് DYFIക്കാരൻ നടന്ന എല്ലാ ഗുണ്ടായുസത്തെയും അത് ന്യായീകരിക്കും. ആ തേങ്ങ പറക്കുമ്പോൾ ബോംബ് പൊട്ടുന്നതിനെ പുള്ളി ന്യായീകരിക്കും. ഈ ഗൺമാൻ റോഡിലിറങ്ങി തല്ലുന്നതിനെയും ന്യായീകരിക്കും. BCom പാസ്സാവാത്തതിനെ MCOമിന് പഠിക്കുന്നതിനെയും ന്യായീകരിക്കും. ഗവർണറെ ആക്ഷേപിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ശൈലി മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. വളരെ രസമായില്ലേ? ഇതേ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ അമ്പലത്തിൽ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്ന. പള്ളിയിലും അമ്പലത്തിലും എല്ലായിടത്തും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആയുസ്സിനോ ആരോഗ്യത്തിനോ യാതൊരു കുഴപ്പവും വരരുതേ. വരുന്ന 2 കൊല്ലം കൂടി കാരണഭൂതൻ തന്നെ നമ്മളെ ഭരിക്കണമേ, നമ്മുടെ സംസ്ഥാനത്തെ നയിക്കണമേ. 2 കൊല്ലം കൂടി സഹിച്ചാൽ മതിയല്ലോ. പിന്നെ ആയുഷ്കാലത്ത് ഒരിക്കലും സഹിക്കേണ്ടവരില്ല. അവസാനത്തെ സഹനമായിരിക്കും. അതുകൂടി കേരളം ബംഗാളായി മാറും. ഗോവിന്ദ മാഷിന് അഭിമാനിക്കാം. പിന്നെ സൈദ്ധാന്തിക ആചാര്യന്മാർക്ക് സന്ദേശ സിനിമയിൽ മാത്രമേ റോളുണ്ടാവുകയുള്ളൂ. ഏതായാലും മാഷിൻ്റെ പത്രസമ്മേളനം വളരെ ഗംഭീരമായി. അത് കണ്ടിട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു സുഹൃത്താണ് ഗോവിന്ദ മാഷ്. അഭ്യുദയകാംക്ഷിയുമാണ്. എന്നോട് വളരെ സ്നേഹമുള്ള ആളാണ്. എനിക്ക് അദ്ദേഹത്തോടും വലിയ സ്നേഹമാണ്. പക്ഷേ ഇത്ര രസികനായ ഒരു പാർട്ടി സെക്രട്ടറി കേരളത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്തും ഉണ്ടായിട്ടില്ല. പാർട്ടി പിളർന്നതിന് ശേഷം CPIയിലോ CPMയിലോ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും ബുദ്ധിമുട്ടാണ്. ഇത്ര സീരിയസ് ആയിട്ട് തമാശ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറി പോട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സെക്രട്ടറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടില്ല, കാണാനും പറ്റുകയില്ല. കാരണം ഗോവിന്ദ മാഷായിട്ട് നമുക്ക് ആകെ ഗോവിന്ദ മാഷ് മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ശങ്കരാടിയായിരുന്നു. അദ്ദേഹം തന്നെ സന്ദേശത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഏതായാലും ഗോവിന്ദ മാഷിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.